നമസ്കാരം. ചുവപ്പ് നാടയിൽ ഒടുങ്ങിയ മനുഷ്യജീവൻ, മണ്ണിനടിയിലായി മരിച്ച മനുഷ്യർ, നിരപരാധികൾ. ചുവപ്പ് നാട ഒടുവിൽ നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായി മാറി. വയനാട് വീണ്ടും ദുരന്ത ഭൂമിയായി തീർന്നു. പക്ഷെ ഇത് മനുഷ്യൻ വരുത്തി വെച്ചതാണ്. ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ റെഡ് ടോപ്പിസം എപ്പോഴും വില്ലനാകുന്നു. കള്ളാടിയിൽ മനുഷ്യജീവനുകൾ മണ്ണിനടിയിലാവുകയും നാട് വൻ ദുരന്തത്തിലാവുകയും ചെയ്തപ്പോൾ പുറത്തു വരുന്നത് സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയും കോർപ്പറേറ്റ് കമ്പനിയുടെയും ലാഭക്കൊതിയുടെയും ഒക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ സെക്രട്ടറി കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടും ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനങ്ങൾ വൈകിയതാണ് മേപ്പാടിയെ കണ്ണീരിലാഴ്ത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ദുരന്തമുഖത്ത് സ്വന്തം ജീവനക്കാരെ തിരയുന്നതിനേക്കാൾ ഓഹരി വിപണിയിലെ തകർച്ച ഒഴിവാക്കാൻ ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവർക്ക് വിശദീകരണം നൽകാനാണ് കരാർ കമ്പനിയായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് തിടുക്കം കാട്ടിയത് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. കള്ളാടിയിൽ ഉണ്ടായിട്ടുള്ള അപകടം അപ്രതീക്ഷിതമല്ലായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ജൂൺ 25 ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ പദ്ധതി പ്രദേശത്ത് ഭീമാകാരമായിട്ടുള്ള അളവിൽ മണ്ണ് കൂട്ടിയിടുന്നത് മഴക്കാലത്ത് മണ്ണൊലിപ്പിനും ഭൂമിയുടെ ചരിവ് വ്യതിയാനത്തിനും സോയിൽ പൈപ്പിംഗ് പോലുള്ള വൻ അപകടങ്ങൾക്കും കാരണമാകുമെന്ന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകദേശം 1 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് താൽക്കാലികമായിട്ട് സൂക്ഷിക്കുവാൻ സ്ഥലമില്ലെന്നും ഇതിനായിട്ട് വാടക നൽകാൻ തയ്യാറാണെന്നും കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു. തുടർന്ന് മണ്ണ് നീക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള റോയൽറ്റി ഫീസ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള സാങ്കേതിക ചർച്ചകളിൽ ഉടക്കി ഈ തുടർ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ വൈകുകയായിരുന്നു. അപ്പോൾ ഈ ചുവപ്പ് നാടയാണ് ഒടുവിൽ നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിനു പുറമെ പ്രതിദിന മഴയുടെ അളവ് 250 മില്ലി ലിറ്ററിൽ കൂടുതലായാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കണമെന്നും അതിശക്തമായിട്ടുള്ള മഴയുണ്ടായാൽ താഴെ ഈ മീനാക്ഷി പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ കമ്പനിയുടെ ചെലവിൽ അടിയന്തരമായിട്ട് മാറ്റിപ്പാർപ്പിക്കണമെന്നും ജൂൺ 25 യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. വയനാട്ടിൽ 24 മണിക്കൂറിൽ 265 മില്ലി ലിറ്റർ കനത്ത മഴ പെയ്തിട്ടും ഈ കുടുംബങ്ങളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറായില്ല. ജീവനേക്കാൾ വലുത് ഓഹരി വിലയാണ്. എക്സ്ചേഞ്ചുകൾക്ക് മുന്നിൽ ഈ കൈകൂപ്പി കമ്പനി മേപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആനക്കാംപൊയ്കയിൽ കള്ളാടി തുരങ്കപാതയുടെ പ്രധാന നിർമ്മാണ ചുമതലയുള്ള ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നടപടികൾ അത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുകയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ മനുഷ്യരുടെ ജീവനേക്കാൾ വലുതാണ് അവരുടെ ഓഹരി വില. അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകളിലാണ് ഇന്നലെ ഈ അപകടം നടക്കുമ്പോഴും ദുരന്തം നടക്കുമ്പോഴും അവരുടെ കണ്ണ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്ന് കമ്പനി വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും ദുരന്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കമ്പനി ആദ്യം വിവരമറിയിച്ചതും വിശദീകരണം നൽകിയതും ഒക്കെ എവിടെയായിരുന്നു അറിയാമോ? മുംബൈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കാണ്. ഓഹരി മൂല്യം ഇടിയുമെന്ന് ഭയന്നാണ് ഈ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവനേക്കാൾ വലുതായിട്ട് കമ്പനി കണ്ടതെന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ബാധകമായിട്ടുള്ള എല്ലാ എഞ്ചിനീയറിംഗ് സുരക്ഷാ പരിസ്ഥിതി അനുമതികളും മാനദണ്ഡങ്ങളും കർശനമായിട്ട് പാലിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കമ്പനി സെക്രട്ടറി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ കത്തിൽ അവകാശപ്പെടുമ്പോഴും സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പണിയെന്നും ഖനനം ചെയ്യുന്ന വസ്തുക്കൾ അത് അംഗീകൃത മാനദണ്ഡ പ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നതുമൊക്കെ കമ്പനി വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി? എന്നാൽ നിർമ്മാണ സൈറ്റിൽ 60 മീറ്റർ വീതിയിലും 30 മീറ്റർ ഉയരത്തിലും വെട്ടിയെടുത്ത മണ്ണ് സുരക്ഷിതമായിട്ട് മാറ്റാതെ തൊട്ടുമുകളിൽ കുന്നുകൂട്ടിയിടുകയാണ് ഈ കമ്പനി ചെയ്തത് എന്നുള്ളതാണ്. കുത്തനെയുള്ള ഈ മൺതിട്ടകൾ ഇടിയാതിരിക്കുവാൻ താൽക്കാലികമായിട്ട് കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് നടത്തുകയും മുകളിൽ ടാർപോളിനിട്ട് മൂടുകയും മാത്രമാണ് ഈ കമ്പനി ചെയ്തു വെച്ചത്. മഴയിൽ ഈ താൽക്കാലിക പ്രതിരോധം തകർന്ന് കുഴമ്പ് രൂപത്തിൽ താഴേക്ക് പതിച്ചാണ് ദുരന്തത്തിന് പ്രധാനമായിട്ടുള്ള കാരണമുണ്ടായതെന്ന് പറയട്ടെ. കൊങ്കണ്ട മറവിൽ സ്വകാര്യ കമ്പനികളുടെ വീഴ്ച 1736.45 കോടി രൂപയുടെ പദ്ധതിയുടെ പൂർണ്ണ ചുമതല അത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണെങ്കിൽ കൂടിയും 1341 കോടി രൂപയ്ക്ക് തുരങ്ക നിർമ്മാണത്തിന് ഉപകരാറെടുത്ത ഭോപ്പാൽ കമ്പനിയായിട്ടുള്ള ദിലീപ് ബിൽഡ്കോൺ, 160 കോടി രൂപയ്ക്ക് റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്വകാര്യ കമ്പനികളുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി നിർദ്ദേശിച്ച വിദഗ്ധ സമിതി കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നോ എന്നതടക്കം വ്യക്തമല്ല. വന്യജീവികളുടെ സംരക്ഷണത്തിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ വെച്ച അധികൃതർ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ജീവൻ എന്തു സുരക്ഷയാണ് ഉറപ്പാക്കിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ കരാർ കമ്പനിയും ഭരണകൂടവും ഒരുപോലെ പ്രതിക്കൂട്ടിലാണ് എന്നുകൂടി പറയട്ടെ. എന്നാൽ വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ തുടക്കം മുതലേ CPIക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പറയുകയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ വികസനമെന്ന് പറഞ്ഞ് ഒറ്റ ആവേശത്തിൽ ചാടി വീഴരുത് എന്ന്
തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചിരുന്നു എന്നുകൂടി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ പല കേന്ദ്രങ്ങൾക്കും അന്നത് മനസ്സിലായില്ല എന്നും പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ വികസന വിരോധികൾ എന്ന് മുദ്രകുത്തുന്ന ശീലം ഇവിടെ ഉണ്ട് എന്നുകൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അന്നത്തെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലൊരു ആവേശം കാണിച്ചത് ശരിയായില്ല എന്ന് ആ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPI തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. തുരങ്കപാത വേണമെന്ന് വാശി പിടിക്കുന്നവർ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പരിസ്ഥിതി ദുരന്തങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കണമെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത്. വൻകിട ഏജൻസികളുടെയോ കോൺട്രാക്ടർമാരുടെയോ മാത്രം ലാഭം നോക്കിയുള്ള അഭിപ്രായങ്ങൾ കേട്ട് സർക്കാർ മുന്നോട്ട് പോകരുത്. പലവിധ വികസന ആഘോഷങ്ങളുടെയും അന്തിമ ഇരകളാക്കുന്നത് എപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യരാണ് എന്ന് കൂടി ഓർമ്മിക്കുക എന്നതാണ് നമുക്കും പറയാനുള്ളത്. ചുവപ്പ് നാട് എന്ന് പറയപ്പെടുന്ന ഒടുവിൽ ഒരു നിരപരാധികളുടെ ജീവനെടുത്ത ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ വീണ്ടും വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വയനാട് വീണ്ടും ഒരു ദുരന്ത ഭൂമിയായി തീരുന്നു എന്നുള്ളതാണ് വല്ലാതെ നമ്മളെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തുന്നത്. പക്ഷെ ഇത് മനുഷ്യൻ വരുത്തി വെച്ചതാണ്. ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ റെഡ് ടേപ്പിസം എന്ന് പറയപ്പെടുന്ന വില്ലനായിട്ട് കാണുമ്പോൾ കള്ളാടിയിൽ മനുഷ്യജീവനുകൾ മണ്ണിലടിയിലാവുകയും നാട് വൻ ദുരന്ത ഭൂമിയാവുകയും ഒക്കെ ചെയ്തപ്പോഴും ഇവിടെ സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയും കോർപ്പറേറ്റ് കമ്പനിയുടെ ലാഭക്കൊതിയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇങ്ങനെ ചുവപ്പ് നാടകളിലൂടെ കുരുങ്ങിപ്പോകുന്ന പാവപ്പെട്ട മനുഷ്യജീവനുകൾ വയനാടിന്റെ നൊമ്പരമാകുന്നു, വേദനയാകുന്നു. ഇങ്ങനെ മണ്ണിനടിയിലായി മരിച്ച മനുഷ്യർ പാവം നിരപരാധികളാണ്.